കാത്തിരിപ്പിന്റെയും ആകാംക്ഷയുടെയും ഒടുവിൽ ലൂസിഫർ തിയേറ്ററുകളിൽ എത്തുമ്പോൾ ലാലേട്ടൻ എന്ന മലയാളിയുടെ സ്വകാര്യ അഹങ്കാരത്തിന്റെ അലങ്കാരവും മലയാള സിനിമയുടെ മുതൽക്കൂട്ടായ പൃഥ്വിരാജിന്റെ സംവിധാന മികവും ഒത്തിണങ്ങിയ ഒരു കംപ്ലീറ്റ് എന്റർടൈനർ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാം. പൃഥ്വിരാജ്, നിങ്ങൾ ഒരു പുതുമുഖ സംവിധായകനാണെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത രീതിയിലായിരുന്നു ഓരോ സീനും പ്രേക്ഷകനിലേക്ക് എത്തിച്ചത്. ലാലേട്ടനെ നിങ്ങൾ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചുവോ അതുപോലെ തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകർ ഓരോരുത്തരും ആഗ്രഹിച്ചത്. സ്റ്റീഫൻ നെടുമ്പള്ളിയായി മോഹൻലാൽ വെള്ളിത്തിരയിൽ മാറിയപ്പോൾ അദ്ദേഹത്തിലെ സൂപ്പർ താരത്തിലുമുപരി നടനെ തിരികെ ലഭിക്കുകയായിരുന്നു. നന്ദിയുണ്ട് പൃഥ്വിരാജ്, മലയാളി പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു ദൃശ്യാനുഭവത്തെ ഞങ്ങൾക്ക് തിരികെ സമ്മാനിച്ചതിൽ. ആദ്യ പകുതിയിൽ കഥാസന്ദർഭങ്ങൾ ചേർത്തിണക്കി പതിഞ്ഞ താളത്തിൽ ചിത്രം മുന്നോട്ട് പോകുമ്പോൾ രണ്ടാം പകുതിക്ക് ആവശ്യമായ ഒഴുക്ക് നേടിയെടുക്കാൻ ലൂസിഫറിന് ആകുന്നുണ്ട്. മികവേറിയ ക്യാമറ കാഴ്ചകളും കെട്ടുറപ്പുള്ള തിരക്കഥയും ഒരു നിമിഷം പോലും പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെ ഇന്റർവൽ പഞ്ചിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായതാണ്. തന്റെ കരിയറിൽ താൻ എഴുതിയ ഏറ്റവും മാസ് തിരക്കഥകളിൽ ഒന്നായിരിക്കുമെന്ന് പറഞ്ഞ മുരളി ഗോപി വാക്കുപാലിച്ചു. മോഹൻലാൽ എന്ന താരത്തിനെയും നടനെയും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പ്രാപ്തമായ ഒരു തിരക്കഥയും സംവിധാന ശൈലിയും ഒത്തുചേരുമ്പോൾ ക്ലാസും മാസും കൊണ്ട് രോമാഞ്ച നിമിഷങ്ങൾ സമ്മാനിക്കുന്ന ഒരു പ്രേക്ഷക അനുഭവം ലൂസിഫർ നൽകുന്നുണ്ട്. ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്ത സുജിത് വാസുദേവ് ഒരു നിറഞ്ഞ കയ്യടി അർഹിക്കുന്നുണ്ട്. ആസ്വാദനത്തിന്റെ രസച്ചരട് മുറിയാതെ ചിത്രത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഛായാഗ്രഹണം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഒരു പുതുമുഖ സംവിധായകന്റെ പോരായ്മകൾ ലെവലേശമില്ലാതെ ലൂസിഫറിനെ പൃഥ്വി സ്ക്രീനിൽ എത്തിക്കുമ്പോൾ അതിന്റെ പിന്നിൽ സുജിത് വാസുദേവിന്റെ അനുഭവ സമ്പത്തുണ്ട്. ലാലേട്ടൻ എന്ന ബ്രാൻഡ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്നും മോഹൻലാൽ എന്ന നടനെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നും തിരിച്ചറിഞ്ഞ ഒരു ക്രൂ ലഭിച്ചതാണ് ലൂസിഫറിനെ വ്യത്യസ്തമാക്കുന്നത്. എഡിറ്റിംഗ്, ക്യാമറ, BGM, സംഗീതം തുടങ്ങി ചിത്രത്തിന്റെ സമസ്ത മേഖലകളിലും ആ മികവ് കാണാമായിരുന്നു. 27 ക്യാരക്ടർ പോസ്റ്ററുകളിൽ ആയി പരിചയപ്പെടുത്തിയ എല്ലാവരും തന്നെ തങ്ങൾക്ക് ലഭിച്ച കഥാപാത്രങ്ങളോട് നീതി പുലർത്തുന്ന പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. തന്റെ തിരിച്ചുവരവിൽ ഹൗ ഓൾഡ് ആർ യു, ഉദാഹരണം സുജാത, സൈറ ബാനു എന്നീ ചിത്രങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ മെച്ചപ്പെട്ട പ്രകടനങ്ങൾ ഇല്ലാതിരുന്ന മഞ്ജു വാര്യർ ലൂസിഫറിൽ പ്രതീക്ഷകൾക്കപ്പുറമുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട്. ഇന്ദ്രജിത്ത്, സായ് കുമാർ, വിവേക് ഒബ്രോയി തുടങ്ങിയവരും മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ടോവിനോ തോമസിന്റെ പ്രകടനത്തെ എടുത്തു പറയേണ്ടത് ഒന്ന് തന്നെയാണ്. ഒരുപക്ഷെ മലയാളത്തിലെ യുവനടന്മാരിൽ ഏറ്റവും കൂടുതൽ വെർസറ്റൈൽ ആയ നടൻ ആണ് ടോവിനോ എന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണ്. ലൂസിഫറിലും തനിക്ക് ലഭിച്ച ചെറിയ സ്ക്രീൻ ടൈമിൽ വലിയൊരു ഇമ്പാക്ട് കൊണ്ടുവരാൻ ടോവിനോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മലയാള സിനിമ എന്നത് പ്രതിഭകളുടെ ഒരു സംഗമമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ലൂസിഫറിലെ ഓരോ നിമിഷവും. വന്നവരും പോയവരും അവരവരുടെ വേഷങ്ങൾ ഗംഭീരമാക്കിയപ്പോൾ പ്രേക്ഷകാനുഭവത്തിന്റെ മറ്റൊരു തലമായിരുന്നു ലഭ്യമായത്. ഒരു നായിക നടനായി തന്റെ കരിയറിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന സമയത്ത് സംവിധായകന്റെ വേഷം പൃഥ്വിരാജ് സ്വീകരിച്ചപ്പോൾ തന്നെ അറിയാമായിരുന്നു എന്തെങ്കിലും കൈവശമില്ലാതെ ഇത്തരമൊരു സാഹസത്തിന് മുതിരില്ല എന്ന്. മുരളി ഗോപി പൃഥ്വിരാജ് ഫാൻസ് ബോയ്സ് കോമ്പിനേഷൻ തങ്ങളുടെ ആരാധ്യ പുരുഷനെ വെള്ളിത്തിരയിലേക്ക് ആനയിച്ചപ്പോൾ നമ്മളെന്നും തിരികെ ലഭിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആ പഴയ ലാലേട്ടനെ ആയിരുന്നു കാണാൻ സാധിച്ചത്. മലയാളം കണ്ട ഏറ്റവും വലിയ താരത്തിനെ താരമൂല്യം ലെവലേശം കുറയാതെ എന്നാൽ അദ്ദേഹത്തിലെ നടനെ അങ്ങേയറ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു മാസ് ക്ലാസ് കോമ്പിനേഷനാണ് ലൂസിഫർ. ഒരുപക്ഷെ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ പഴങ്കഥയായി ലൂസിഫർ മുന്നേറിയേക്കാം. സിനിമാ പ്രേമികൾ ഈ ചിത്രം ആഘോഷമാക്കിയേക്കാം. എന്നാലും എന്നെ സംബന്ധിച്ചിടത്തോളം ലൂസിഫർ കണ്ടിറങ്ങുമ്പോൾ മനസ്സ് നിറയ്ക്കുന്ന ഘടകം ആരാധക വൃന്ദത്തിനു വേണ്ടി സിനിമകൾ ചെയ്തപ്പോൾ നഷ്ടമായ മോഹൻലാൽ എന്ന നടനെ തിരികെ നൽകാൻ ലൂസിഫറിലൂടെ പൃഥ്വിക്കും മുരളി ഗോപിക്കും ആയി എന്നതാണ്. ക്ലൈമാക്സിലും പോസ്റ്റ് ക്രെഡിറ്റ് സീനിലും ഉൾപ്പെടെ ചെറിയ വലിയ സർപ്രൈസുകൾ കരുതി വെച്ചിട്ടുണ്ട് ലൂസിഫർ. പരീക്ഷണങ്ങളിലൂടെ മലയാള സിനിമയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പൃഥ്വിരാജ്, നിങ്ങൾ ഇനിയും സംവിധാനം ചെയ്യണം. നിങ്ങളെപ്പോലുള്ള പ്രതിഭകളുടെ കരങ്ങളിൽ ഭദ്രമാണ് മലയാള സിനിമ. ഏതായാലും ആരാധകരെ ആരെയും തന്നെ ഈ സിനിമ നിരാശരാക്കില്ല എന്നുള്ളത് ഉറപ്പ് തന്നെ. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.